ട്രാക്ടേഴ്സ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രാക്ടർ നമ്മളെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് വല്ല വണ്ടിക്കോ നമുക്ക് വല്ല കുഴപ്പങ്ങളോ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ ടയറൊക്കെ ഏകദേശം വേനൗട്ടായി മാറാൻ വേണ്ടി വലിയതായിട്ട് ഫണ്ടൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലും എല്ലാം ട്രാക്ടറിൻ്റെ മറ്റു ആടുകൾ കാണുന്നത്. ആ ആടുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. 2500 രൂപയ്ക്കാണ് നമുക്കൊരു പെയർ ട്രാക്ടർ കിട്ടും. പിന്നെ നമ്മളൊന്നും ആലോചിക്കാറില്ല, ഒന്നില്ലെങ്കിൽ ഓർഡർ ചെയ്യും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് ഡയറക്റ്റ് അഡ്വാൻസ് പതിവ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസും ഒന്നും ആരും തിരക്കാറില്ല, പൈസ കുറവ് മാത്രമാണ് എല്ലാവരും നോക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് മിച്ചലിൻ പൈലറ്റ് 32 എന്ന് പറയുന്ന ഒരു റോഡ് പർപ്പസ് ടയറാണ്. അപ്പോൾ നമ്മൾ ട്രാക്ക് ടയറും റോഡ് ടയറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റോഡ് ടയേഴ്സിൽ ടയർ ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ട്രാക്ക് ടയേഴ്സിൽ സോഫ്റ്റ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടയർ ലൈഫ് കുറവായിരിക്കും. പിന്നെ റോഡ് ടയറിൽ ഈ ഗ്രൂഫ് എല്ലാം നല്ല രീതിക്ക് കാണും. ഇത് വാട്ടർ വെയ്ഡിങ്ങിലാണ് വെച്ചേക്കുന്നത്. ഇത് അക്വാ പ്ലാനിങ്ങിനെയും പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ട്രാക്ക് ടയറിൽ ചെറിയ രീതിക്കുള്ള ഗ്രൂവുകളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത്ര അക്വാ പ്ലാനിങ് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി അതിനെ ഒരിക്കലും കാണത്തില്ല. മെയിനായിട്ട് നമ്മൾ ടയർ എടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. ഇപ്പോൾ ഈ ടയേഴ്സ് നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഫുഡ് പ്രൊഡക്ട്സിനെ പോലെ തന്നെ ടയേഴ്സിനും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഷെൽഫിൽ വെച്ചിരുന്നാലും നമ്മൾ വണ്ടിയിൽ ഇട്ടിരുന്നാലും ആ ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് ടയറിൻ്റെ പ്രോപ്പർട്ടീസ് നശിച്ചു പോകും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ടയേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്കൊട്ടും സേഫ് അല്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ട്രാക്ക് ടയർ എടുക്കുന്നത് ആദ്യമേ തന്നെ യൂസ്ഡ് ടയറാണ്. അപ്പോൾ അത് കുറച്ച് ഓൾഡ് ആയിരിക്കും. അപ്പോൾ അത് അഥവാ ട്രാക്ക് ടയർ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡേറ്റ് നോക്കി എടുക്കണം. അപ്പോൾ ഉടായ്പെല്ലാം കാണിക്കുന്ന ഷോപ്പുകളാണെങ്കിൽ ആ ഡേറ്റുകൾ എന്തായാലും ടാമ്പർ ചെയ്ത ഡേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ട്രാക്ക് ടയർ തന്നെ പല റേഞ്ചിൽ ത്രെഡുള്ള ട്രാക്ക് ടയേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ചില ടയേഴ്സിൽ 95% എബോ ത്രെഡ് കാണും, ചിലത് ഫുൾ ത്രെഡ് ടയർ കാണും, ചിലത് 50% ടയർ ത്രെഡ് കാണും. ഈ ടയറുകളൊക്കെ ഒറിജിനൽ വിലയും നമുക്ക് കിട്ടുന്ന റേറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ അത് ആ ഷോപ്പുകാർക്ക് കിട്ടുന്ന വില എത്രമാത്രമായിരിക്കും നമ്മൾ അതൊന്നും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു 50 to 60% ടയർ ത്രെഡുള്ള ടയറുകളെല്ലാം ട്രാക്കിൽ നിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് പിന്നെയും അതൊന്ന് അക്സെപ്റ്റബിൾ ആണ്. കാരണം ട്രാക്കിൽ എപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും അവർ നോക്കുന്നത്. പക്ഷേ ഈ 90 or above തട്ടുള്ള ടയറുകൾ അവർ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസ് കാണും. അത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാത്ത ടയർ വരെ ഫുൾ ത്രെഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു അങ്ങനെ കിട്ടാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ മേ ബി അത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ടയറിൻ്റെ പ്രോപ്പർട്ടീസ് അത് നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊട്ടും സേഫ് അല്ലേ യൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ടയറുകളാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റൊക്കെ ടാമ്പർ ചെയ്തായിരിക്കും വരുന്നത്. നമുക്കതൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഈ ട്രാക്ക് ടയേഴ്സ് മിക്കുള്ള ഷോപ്പിലും ഫ്രണ്ട് സെക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് 120 സെക്ഷൻ തൊട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടേക്കുന്നത് സ്റ്റോക്ക് സൈസ് തന്നെയാണ്, 100 സെക്ഷനാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ടയർ അപ്സൈസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്, അതിനൊട്ടും റെക്കമെൻഡും ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 110 വരെ അപ്സൈസ് ചെയ്തിരുന്നു. അതിനുശേഷം 100 തിരിച്ചു വന്നപ്പോൾ എനിക്ക് നല്ല രീതിക്കാണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള റൈഡിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹാൻഡിൽ കുറച്ചുകൂടെ ലൈറ്റായി പെട്ടെന്ന് നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒൺ സൈസൊക്കെ ഫ്രണ്ട് സൈഡിൽ അപ്സൈസ് ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ 100 നിന്ന് ഡയറക്റ്റ് 120 വരുമ്പോൾ നമ്മളെ സ്റ്റെബിലിറ്റീനെയും മറ്റു കാര്യത്തിനെല്ലാം നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ 120 സെഷൻ ടയറൊക്കെ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഈ ടയർ ബീഡ് വീഴുന്നത് പ്രോപ്പർലി ആയിട്ട് ആയിരിക്കില്ല. പിന്നെ ടയർ വെട്ടിത്തേനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ സസ്പെൻഷനെയൊക്കെ അത് നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ കോർണർ ബാളിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രാക്ക് ടയേഴ്സിൻ്റെ റേറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ എത്രമാത്രം ത്രെഡ് ഉള്ളതെന്നുള്ളതും അതിൻ്റെ സൈസിനനുസരിച്ചാണ്. അപ്പോൾ ത്രെഡ് കൂടുതലുള്ള അനുസരിച്ച് റേറ്റ് കൂടും. പിന്നെ സൈസ് കൂടുന്നവർ റേറ്റ് കുറയാറാണ് പതിവ്. അപ്പോൾ നമ്മൾ മിക്കുള്ളവരും 160, 170, 180 ടയറുകളായിരിക്കും റേറ്റ് കുറച്ച് വാങ്ങിച്ചിടാൻ നോക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി അതിനുണ്ട്. എന്ന് വെച്ചാൽ വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോർണർ സ്റ്റെബിലിറ്റി കൂടും, ഗ്രിപ്പ് കൂടും, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരുന്നത് 130 സെഷൻ ടയറാണ്. ഞാൻ ഒരു 2 സൈസ് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു റോഡ് ടയറാണ്. CH സൂംബ്രാഡ് X1 എന്ന് പറഞ്ഞ ടയറാണ് ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും 2 സൈസ് അപ്സൈസ് ചെയ്തപ്പോൾ തന്നെ ഈ ടയറിൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കോൺടാക്ട് പേജ് എത്രമാത്രം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 150 സെഷൻ ടയർ 130 സെഷനുള്ള റിമ്മിൽ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിലയൊക്കെ നോക്കി 170, 180 ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കോർണർ സ്റ്റെബിലിറ്റി ഒന്നും കൂടത്തില്ല. ബട്ട് അതിനെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യാറാണ് പതിവ്. എന്ന് വെച്ചാൽ നമ്മളെ ടയറിൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ സൈസ് കൂടുമ്പോൾ കുറച്ചുകൂടെ ബൾജാവും. അപ്പോൾ നമ്മൾ ടയറിൻ്റെ പ്രൊഫൈൽ കറക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ എത്ര വലിയ ടയർ ഇട്ടാലും നമ്മളെ ടയറിൻ്റെ കോൺടാക്ട് പേജ് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എപ്പോഴും റോഡുമായിട്ട് കോൺടാക്ട് വരുന്നത്. അത് നമ്മൾ ലീൻ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. പിന്നെ വലിയ ടയറുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ടയർ വെട്ടിത്തേണ്ട ചാൻസസ് കൂടുതലാണ്. വണ്ടിയുടെ സ്റ്റെബിലിറ്റി വ്യത്യാസം വരും. പിന്നെ നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് പെട്ടെന്ന് തീരും. വണ്ടിയിലെ മൈലേജ് കുറയും, പവർ കുറച്ച് ഡിഗ്രീസ് ഉണ്ടാവും, നമ്മളെ ബ്രേക്ക് പാഡ്സ് ഒക്കെ പെട്ടെന്ന് തീരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. വലിയ ടയറിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള റിമ്മൂടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നോർമലി
എല്ലാവരും ടയർ മാത്രം ചേഞ്ച് ചെയ്യാറാണ് പതിവ്, റിമ്മൊന്നും ആരും ചേഞ്ച് ചെയ്യാറില്ല. പിന്നെ കടയിലുള്ളവരും ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല, കാരണം അവർക്കെപ്പോഴും അവരുടെ ലാഭമാണ് പ്രധാനം. വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ അപ്സിഷനായി ടയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കിടത്തുന്നതായിട്ട് തോന്നും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് ടയറിൽ കിടത്തുന്ന ആ ഒരു ആംഗിൾ എത്താൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ബിഗ് ടയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലീൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അതിൻ്റെ ലീൻ ആംഗിളിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് എഫ്റ്ററായിട്ട് കോർണർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നത്. അല്ലാതെ നമുക്ക് ഈ സ്റ്റോക്ക് ടയറിൽ കിടത്താൻ പറ്റുന്ന അത്രയും തന്നെയാണ് മറ്റേ ടയറിൽ നമ്മൾ കോർണർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് ട്രാക്ക് ടയർ എടുക്കാൻ നേരത്ത് നമുക്ക് കുറേ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ടയേഴ്സ് നമുക്ക് ഡേക്സ് ടാമ്പേഡ് ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതൊന്നും നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു പ്രൊഫഷണലിന് മാത്രമേ ഇൻസ്പെക്ട് ചെയ്യുന്നതിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ടയേഴ്സിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ കാണേണ്ട ചാൻസ് കൂടുതലാണ്. അപ്പോൾ യൂസ്ഡ് ടയർ എടുക്കാൻ നേരത്ത് നമുക്ക് വേറെ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഗ്രൂഫ് ഒക്കെ കാണും ഈ യൂസ്ഡ് ടയേഴ്സിൽ. അപ്പോൾ അതിൻ്റെ ത്രെഡ് കൂടുതലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ബ്ലേഡും മറ്റും വെച്ച് ആ ഗ്രൂഫ് റീകട്ട് ചെയ്ത് അതേ ഷേപ്പിലെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ത്രെഡുള്ള രീതിക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലും മറ്റുമെല്ലാം കണ്ടു കാണും ഈ പഴയ ടയറുകളിൽ ഈ ബ്ലേഡെല്ലാം വെച്ച് വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഒറിജിനൽ ത്രെഡാണോ വരഞ്ഞ ത്രെഡാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ള പെർഫെക്ഷനിലാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടയറൊക്കെ എടുക്കാൻ നേരത്ത് അതെല്ലാം കൂടെ നോക്കി വേണം എടുക്കാൻ. ഒരു സേഫ്റ്റി ബേസിസിൽ നോക്കുകയാണെങ്കിൽ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. പിന്നെ നിങ്ങളെ വണ്ടിയാണ്, നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ട്രാക്ടർ ഇടാം, നോർമൽ ടയർ ഇടാം, എല്ലാം ഇടാം. അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. അപ്പോൾ ഞാനും എൻ്റെ വണ്ടിയിൽ 2 സൈസ് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കോർണറി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല ചെയ്തത്. പക്ഷേ വണ്ടി ഓവറായിട്ടൊന്ന് പണിതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ടയറായിട്ട് തോന്നി. പിന്നെ ആ ടയർ തീർന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുതിയ 150 സെക്ഷൻ ടയർ വാങ്ങിച്ചിട്ട് 2 സൈസ് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ്സ് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റ ID ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ